ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് ഒരു മാത്തമാറ്റിക്സ് ക്ലാസ് ആണ്. നമ്മുടെ സാധാരണ PSC എക്സാമിൽ ചോദിക്കുന്നതാണ് ജോലിയും ദിവസങ്ങളും. അതായത് പല വിധത്തിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഒന്ന്, എ ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ബി ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ എയും ബിയും ഇത്ര ദിവസം ചെയ്തു, എ അതിനുശേഷം ഇട്ടിട്ട് പോയി, ബി ബാക്കി എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ജോലിനെ കുറിച്ചും ദിവസങ്ങളെ കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസുകൾ സാധാരണ PSC എക്സാമിലെ എല്ലാത്തിലും ചോദിക്കാറുള്ളതാണ്. അവ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. മാത്സിൽ ഒരു മാർക്ക് പോലും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം എല്ലാവരും മാത്സിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഈസിയാണ്, അതുപോലെ എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ മാത്സിൽ ഒരു മാർക്കും നഷ്ടപ്പെടാതെ ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളിലേക്ക് ഞാൻ ഒരു എക്സാമ്പിൾ തരാം, എന്നിട്ട് നമുക്ക് നോക്കാം. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ബി അതേ ജോലി 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ എടുക്കുക കൂടി പറയാം. എ ഒരു ജോലി 6 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ, ബി എത്ര ദിവസം എടുക്കും? 3 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എയും ബിയും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് എന്ത് ചെയ്യണം? എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? 6 ദിവസം കൊണ്ടാണ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുക. 6 ദിവസം എടുക്കും ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് വെച്ചാൽ ഒരു ദിവസം എ എത്ര ചെയ്യും? ആ വർക്കിന്റെ 1/6 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? കാരണം ഒരു ദിവസം 6 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ ജോലിയുടെ 1/6 കംപ്ലീറ്റ് ചെയ്യാം. ഇനി ബിയുടെ കാര്യം എടുക്കാം. ബി എന്താ ചെയ്യുന്നത്? 3 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് വെച്ചാൽ ഒരു ദിവസം എന്താ ബി ചെയ്യുന്നത്? ഒരു ജോലിയുടെ 1/3 കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എയും ബിയും കൂടി കമ്പൈൻ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എയും ബിയും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ഒരു ജോലിയുടെ 1/6 എ ചെയ്യും, 1/3 ബി ചെയ്യും. അപ്പോൾ ഒരു ജോലിയുടെ എത്ര കംപ്ലീറ്റ് ആവും? എങ്ങനെ ചെയ്യാം? 1/6 പ്ലസ് 2/6 എന്ന് എഴുതി കൂടെ, അതായത് 3/6, അതായത് 1/2. ഒരു ജോലിയുടെ 1/2 വന്നിട്ട് ഒരു ദിവസം എയും ബിയും കൂടി ചേർന്നാൽ കംപ്ലീറ്റ് ചെയ്യും. ഒരു ദിവസം കൊണ്ട് ഒരു ജോലിയുടെ 1/2 ഭാഗം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ എയും ബിയും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 2 ദിവസം എടുക്കും. 2 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. ഇതേ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. ഇപ്പോൾ എ 4 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ബി അത് കംപ്ലീറ്റ് ചെയ്യാൻ 8 ദിവസം എടുക്കും, സി അത് കംപ്ലീറ്റ് ചെയ്യാൻ 12 ദിവസം എടുക്കും. എന്നാൽ എയും ബിയും സിയും കൂടി ചേർന്നാൽ എത്ര ദിവസം കൊണ്ടെടുക്കും? അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാം? ഒരു ദിവസം എ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 1/4, ബി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 1/8, സി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 1/12. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം? 24 ആണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്. LCM കാണാൻ എന്ത് ചെയ്യാം? നമ്മുടെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. ഇതിലിപ്പോൾ 12 ഉണ്ട്. 12നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 4 കൊണ്ട് പറ്റും. അപ്പോൾ 12നെ നേരെ ഇരട്ടി എടുത്തു 24. 24 കൊണ്ട് 8നെ ഹരിക്കാം, 4നെ ഹരിക്കാം, 12നെ ഹരിക്കാം. അപ്പോൾ 24 എടുത്തു. 24 ഇതിന്റെ LCM എന്ന് പറയുന്നത്. ഇങ്ങനെയും കണക്ക് കൂട്ടാം. 24 ആകുമ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 24 6/24 എഴുതി കൂടെ, 1/4 6/24 എഴുതാം. 3/24 എഴുതി കൂടെ, 1/8 3/24 എഴുതി കൂടെ, 3 24, 1 3 3 പ്ലസ് 2/24 എഴുതി കൂടെ എഴുതാം. അപ്പൊ എന്തായി? 6 3 9 11. 11/24 ആയിരിക്കും എന്ത് ചെയ്യുക? ഒരു ദിവസം എയും ബിയും സിയും കൂടി കംപ്ലീറ്റ് ചെയ്താലുള്ള വർക്ക് എന്ന് പറയുന്നത് 11/24 അപ്പോൾ ഒരു ദിവസം ജോലിയുടെ 11/24 കംപ്ലീറ്റ് ആവും. അപ്പോൾ വർക്ക് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? വർക്ക് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണം വെച്ചാൽ 24/11 ഇതിന്റെ വ്യൂൽക്രമം എടുത്താൽ മതി. അതായത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ഇക്വേഷന്റെ ഇപ്പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം പറയുന്നത് 24/11 ദിവസമായിരിക്കും എയും ബിയും സിയും കൂടി ചെയ്താൽ കംപ്ലീറ്റ് ആവുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇനി വേറെ അടുത്ത സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ? എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസം എടുക്കും, എയും ബിയും കൂടി ചേർന്നാൽ അത് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ബിക്ക് മാത്രം
എത്ര ദിവസം എടുക്കും? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം? നമ്മൾ എയും ബിയും കംപ്ലീറ്റ് ചെയ്യാൻ 2 ദിവസം എടുക്കും. അപ്പൊ എയും ബിയും കൂടി ചേർന്നാൽ ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? 1/2 കംപ്ലീറ്റ് ആവും. എ മാത്രം ചെയ്യാൻ വെക്കുക. എ മാത്രം ചെയ്യാൻ വെച്ചാൽ എത്ര കംപ്ലീറ്റ് ആവും? ഒരു ദിവസം 1/6 കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ അതൊന്ന് ബി എന്ന് കിട്ടില്ലേ? എയും ബിയും കൂടി ചെയ്താൽ 1/2 ആണ് ഒരു ദിവസത്തെ വർക്ക്. എ മാത്രം ചെയ്യാൻ വെച്ചാൽ 1/6 ആണ് വർക്ക്. അപ്പൊ ടോട്ടലിൽ നിന്നും എയുടെ മാത്രം കമ്മിയാക്കിയാൽ ബിയുടെ കിട്ടുമല്ലോ. ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. അതായത് 1/2 മൈനസ് 1/6, അതായത് 3/6 മൈനസ് 1/6 എഴുതിക്കൂടെ? അപ്പോൾ എത്രയാവും? 3 മൈനസ് 2 2/6 ആവും. അതായത് 1/3 ആവും. അതായത് ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു വർക്കിന്റെ 1/3. അപ്പൊ ഒരു വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു പാറ്റേൺ ഉള്ളത്. ഇനി അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം എടുക്കും. ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ദിവസം എടുക്കും. എയും ബിയും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം എക്ക് ഈ പണി മടുത്തിട്ട് ജോലി മടുത്തിട്ട് ഇട്ടിട്ട് പോയി. എന്നാൽ ബി എത്ര സമയം എടുക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെയ്യാം? എ ഒരു ദിവസം എടുക്കുന്നത് 1/10, ബി ഒരു ദിവസം ചെയ്യുന്നത് 1/20. ഇവർ എത്ര ദിവസമാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്? 5 ദിവസം. അപ്പൊ 1/10 പ്ലസ് 1/20 5 ദിവസം ചെയ്തു ഇൻറ്റു 5. 5 ദിവസം കൊണ്ട് ഇവർ എത്ര ചെയ്തു? 1/10 പ്ലസ് 1/20 3/20 ഇൻറ്റു 5, അതായത് 15/20 ചെയ്തു. അതായത് 3/4 ചെയ്തു. വർക്കിന്റെ 3/4 ചെയ്തു. ഒരു ദിവസം 1/20 1/10 വർക്ക് എ ചെയ്യും. ഒരു ദിവസം 1/20 വർക്ക് ബി ചെയ്യും. ഇവർ രണ്ടുപേരും കൂടി 1/10 പ്ലസ് 1/20 ഒരു ദിവസം വർക്ക് ചെയ്യും. ഒരു വർക്കിന്റെ അത്രയും പാർട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ 5 ദിവസം കൊണ്ട് അവര് 3/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബാക്കി എത്രയുണ്ട് വർക്ക്? 1/4 കംപ്ലീറ്റ് ചെയ്യണം. ബാക്കി എത്ര കംപ്ലീറ്റ് ചെയ്യണം? 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ബിക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്ക് പറയുന്നത് 1/4 ആണ്. 3/4 കംപ്ലീറ്റ് ചെയ്തു. ഇനി 1/4 കംപ്ലീറ്റ് ചെയ്യണം. അതെങ്ങനെ കിട്ടി? ഒരു വർക്ക് 3/4 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 1 മൈനസ് 3/4 ചെയ്താൽ 1/4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഈ 1/4 കംപ്ലീറ്റ് ചെയ്യാൻ ബി എടുക്കുന്ന സമയം എത്രയാണ്? ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 1/20 ആണ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസമാണ് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ 1/4 വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? 20 ഇൻറ്റു 1/4, അതായത് 5 ദിവസമാണ് എടുക്കുക. അപ്പോൾ ബിക്ക് ഇനി എത്ര ദിവസം കൂടി വർക്ക് ചെയ്യേണ്ടി വരും? 5 ദിവസവും കൂടി വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ കണക്കുകൾ വരുന്നത്. പിന്നെ വരുന്ന കണക്കാണ് എ 6 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ബി ഒരു 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എയും ബിയും കൂടി ചേർന്നിട്ട് 3 ദിവസം വർക്ക് ചെയ്തു. എയും ബിയും കൂടി ചേർന്ന് 3 ദിവസം വർക്ക് ചെയ്തു. സി വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 18 ദിവസം ഇടാം. 18 ദിവസം സി എടുക്കും. അപ്പൊ എന്ത് ചെയ്തു? എ 6 ദിവസം വർക്ക് 6 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബി 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. എയും ബിയും കൂടി 3 ദിവസം ചെയ്തു. സി ഒറ്റയ്ക്ക് പണി ചെയ്യാന്ന് വെച്ചാൽ 18 ദിവസം എടുക്കും. ഇപ്പൊ ഈ എ ബി 3 ദിവസം വർക്ക് ചെയ്തിട്ട് ഈ ജോലി ഇട്ടിട്ട് പോയാൽ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സി എത്ര ദിവസം എടുക്കും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. എ ഒരു ദിവസം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് 1/6 ആണ്. ബി ഒരു ദിവസം ചെയ്യുന്ന പണി പറയുന്നത് 1/12 ആണ്. രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര വരും? 2/12 പ്ലസ് 1/12 വരും. അതായത് 3/12 വരും. അതായത് 1/4 വർക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ 3 ദിവസം കൊണ്ട് എന്താവും? 3 ദിവസം കൊണ്ട് 3/4 കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണല്ലോ? ഇനി സി 18 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. സിക്ക് ഇനി എത്ര കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? 3/4 വർക്ക് കംപ്ലീറ്റ് ആയി. ഒരു വർക്ക് ഫുള്ളിന്റെ 3/4 വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ ബാക്കി എത്രയുണ്ട്? 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ സി 18 ദിവസമാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പൊ 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 18 ഇൻറ്റു 1/4 ചെയ്താൽ മതി. 18/4 ചെയ്യുമ്പോൾ എത്ര വരും? 4.5 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 4.5 ദിവസം ബാക്കി സി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കണക്കുകളാണ് നമുക്ക് സാധാരണ ചെയ്യുന്നത്. നമുക്കിനി നേരെ എക്സാമ്പിളും കൂടി നോക്കിയേക്കാം.
ഒരാൾ ഒരു ജോലി 10 ദിവസം കൊണ്ടും അതേ ജോലി മറ്റൊരാൾ 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പൊ നമ്മൾ നോക്കിയിരുന്നു. ആദ്യത്തെ ആൾ എ എന്ന് വെക്കാം. നമുക്ക് എ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 10 ദിവസം കൊണ്ട്. അപ്പൊ എ ഒരു ദിവസം എത്ര പണി ചെയ്യും? 1/10 വർക്കായിരിക്കും കംപ്ലീറ്റ് ചെയ്യാം. ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്? 15 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 1/15 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. എയും ബിയും കൂടി ചേർന്നാൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാം? 1/10 പ്ലസ് 1/15. അപ്പൊ എത്ര വരും? ഇത് വന്നിട്ട് 1/6 വരും. അതായത് എയും ബിയും കൂടി ചേർന്നാൽ ഒരു ദിവസം വർക്കിന്റെ 1/6 കംപ്ലീറ്റ് ചെയ്യും. ഒരു ദിവസം കൊണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്യുക? 1/6 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം വെച്ചാൽ എന്ത് ചെയ്യും? ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം വെച്ചാൽ 6 ദിവസം എടുക്കും. ഒരു ദിവസം 1/6 ആണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം വെച്ചാൽ 6 ദിവസം എടുക്കും. അങ്ങനെ കണക്ക് കൂട്ടുന്നത് ഒരു ദിവസം 1/6, രണ്ടാമത്തെ ദിവസം വീണ്ടും 1/6. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ നേരെ ഇവിടെ നിന്നെടുത്ത് ഇങ്ങനെ വ്യുൽക്രമം ചെയ്താൽ മതി. അപ്പോൾ 6 ദിവസം എന്ന് കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യുക. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജോണും ദീപും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കുന്നു? 45 ദിവസം. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും? 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപ് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ജോണും ദീപും കൂടിയിട്ട് 45 ദിവസം എടുക്കും. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുള്ളൂ? 1/45 ചെയ്യുള്ളൂ. ജോൺ ഒരു ദിവസം എത്ര ചെയ്യുക? 1/70 ആണ് ചെയ്യുക. അപ്പോൾ ദീപുവിന്റെ മാത്രം കണക്ക് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടുപേരും ചെയ്യുന്നതിൽ നിന്ന് ജോണിന്റെ മാത്രം കമ്മിയാക്കിയാൽ നമുക്ക് ഒരു ദിവസം ദീപു എത്ര ചെയ്യും എന്ന് കണക്ക് കൂട്ടാം. അപ്പോൾ ദീപു ഒരു ദിവസം ചെയ്യുന്ന വർക്ക് പറയുന്നത് 1/45 മൈനസ് 1/70. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 70 മൈനസ് 45 ബൈ 70 ഇൻറ്റു 45. അപ്പോൾ എത്ര വരിക? 70 മൈനസ് 45 25 ബൈ 70 ഇൻറ്റു 45 വരും. ആയിരിക്കുന്ന സമയത്ത് 5 25 9 45 ഈ 5നെ 20 കൊണ്ട് അടിക്കുക 14 വരും. 14 ഇൻറ്റു 9 വരും. അപ്പോൾ 14 ഇൻറ്റു 9 എത്ര വരും? 90 34 36 90 36 126 വരും. 1/126 വരും. അപ്പോൾ ദീപു ദീപു ഒരു ദിവസം 1/126 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 126 ദിവസമാണ് ദീപു എടുക്കുക. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? സി ആണ് ആൻസർ, 126 ദിവസം. നമ്മൾ ചിലവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? അതായത് എയും ബിയും കൂടി വർക്ക് ചെയ്ത എ ദിവസം കൊണ്ടും ബി ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എയും ബിയും കൂടി ചേർന്നാൽ എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി വണ്ടുള്ള ഫോർമുലേനെ പഠിക്കുന്നുണ്ട്, ചിലവിടെയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഒരുപാട് ഫോർമുലാസ് നമുക്ക് ഓർത്ത് വയ്ക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന മെത്തേഡ് നോക്കൂ. എ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ഒരു ദിവസം 1/a വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബി ഒരു ദിവസം 1/b വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 1/a പ്ലസ് 1/bനെ നമ്മൾ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടുക? എ പ്ലസ് ബി ബൈ എ ബി. അതായത് ഇത്രയും വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് കിട്ടാം. ഇതിന്റെ വ്യൂൽക്രമം ഇട്ടാൽ തന്നെ നമുക്ക് എത്ര ദിവസം എന്ന് കിട്ടും. അതായിരുന്നു ഫോർമുല എ ബി ബൈ എ പ്ലസ് ബി. ഇത് നമുക്ക് എക്സാം ഹാളിൽ വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് സൂത്രവാക്യങ്ങൾ ഓർത്താൽ നമുക്കത് ചെയ്യുക പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതായത് ഒരു ടാങ്കിൽ ഒരു പൈപ്പ് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട് നിറയും. വേറെ ടാപ്പ് തുറന്നിട്ടാൽ 4 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് ഫില്ലപ്പ് ചെയ്യും. അതേസമയം വേറൊരു പൈപ്പ് ഓപ്പൺ ചെയ്താൽ അത് 3 മണിക്കൂർ കൊണ്ട് ഒഴിയും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളുണ്ടല്ലോ, ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പൈപ്പുകൾ തന്നെയെല്ലാം നമ്മൾ ഓരോരുത്തരായിട്ട് പണി ചെയ്യുന്നത് മാതിരി കണക്ക് കൂട്ടിയാലും അതും ഇതെല്ലാം സെയിം തന്നെയായി കിട്ടും. അതായത് എ പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 1 മണിക്കൂറിൻ്റെ ഇത്ര മണിക്കൂറിനുള്ളിൽ നിറയുമ്പോൾ വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് എത്ര നിറയും. അതുപോലെ ബി പൈപ്പ് 1 മണിക്കൂർ കൊണ്ട് എത്ര ഇതാവും. സി പൈപ്പ് പറയുന്നത് ഒഴിവാക്കാനാണ്, അപ്പോൾ മൈനസ് ചെയ്യുക. അങ്ങനെ ആളുകളുടെ ജോലി അതേപോലെ പൈപ്പിന്റെ ക്വസ്റ്റ്യൻസും ഒരേപോലെ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു എ പൈപ്പ് ഒരു ടാങ്ക് ഫില്ലപ്പ് ചെയ്യണം. ടാങ്കിൽ 3 പൈപ്പുണ്ട്. എ പറഞ്ഞ പൈപ്പുണ്ട്, അത് ഇൻകമിങ്. എ പറഞ്ഞ പൈപ്പ് ഇൻകമിങ്. അതുപോലെ
ബി എന്ന പൈപ്പും ഇൻകമിങ്. എ ഒരു പൈപ്പ് തുറന്നാൽ ടാങ്ക് 4 മണിക്കൂർ കൊണ്ട് നിറയും വയ്ക്കാം. ബി പൈപ്പ് നിറയ്ക്കാൻ 8 മണിക്കൂർ കൊണ്ട് നിറയും വയ്ക്കാം. സി പൈപ്പ് തുറന്നാൽ 6 മണിക്കൂർ കൊണ്ട് ഒഴിയും വയ്ക്കാം. അപ്പോൾ മൂന്നും തുറന്നിട്ടാൽ എത്ര മണിക്കൂർ കൊണ്ട് പൈപ്പ് ഫില്ലാകും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 മണിക്കൂർ കൊണ്ട് എ ഫില്ലപ്പ് ചെയ്യുന്ന ടാങ്കിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. ബി പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് 1/8 ഫില്ല് ചെയ്യും. അതേസമയം സി തുറന്നിട്ടാൽ 1/6 ഒഴിവാക്കി കളയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ആളുകളുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ ഇതും നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 2/8 ഇടാം. 2/8 പ്ലസ് 1/8 3/8. 3/8 മൈനസ് 1/6 വരും. ഇനി ഇതിനെ 24 കൊണ്ടാക്കാം. അപ്പോൾ 3 9. 9/24 മൈനസ് 4/24 ചെയ്തുകൂടെ? ചെയ്യാം. അപ്പോൾ 5/24. 5/24 ആയിരിക്കും 1 മണിക്കൂർ കൊണ്ട് ഇത് നിറയുക, ടാങ്ക് നിറയുക. അപ്പോൾ മൊത്തം ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും? 24/5 മണിക്കൂർ എടുക്കും. ഇങ്ങനെ നമുക്ക് ഈ വർക്കിൻ്റെയും ആളുകൾ വർക്ക് ചെയ്യുന്നതും പൈപ്പ് കണക്ക് കൂട്ടുന്നതും ഒരുപോലെ ടാലി ചെയ്ത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. രാജു എങ്ങനെ ചെയ്യിക്കുന്നത്? രാജു 20 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുക. അപ്പോൾ ഒരു ദിവസം എത്ര ചെയ്യും? 1/20 വർക്ക് ചെയ്യും. ഇനി ഗോപു അതേ ജോലി ചെയ്യാൻ എത്ര എടുക്കും? ഗോപു അതേ ജോലി ചെയ്യാൻ 30 ദിവസം എടുക്കും. അപ്പോൾ ഒരു ദിവസം ഗോപു എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 1/30 വർക്ക് ചെയ്യും. 1/30 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ എ പ്ലസ് ബി ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? 1/20 പ്ലസ് 1/30 ആയിരിക്കും ഒരു ദിവസം കൊണ്ട് രണ്ടുപേരും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 50/600 വരും. അതായത് 1/12 വർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്യുക? ഒരു ദിവസം കൊണ്ട് ഒരു വർക്കിൻ്റെ 1/12 കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. ആൻസർ ഉണ്ടല്ലോ, ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 16 ദിവസം എടുക്കും. QX ജോലിക്കാർക്ക് അതിൻ്റെ പകുതി ജോലി ചെയ്യാൻ, ഒരു വർക്കിൻ്റെ പകുതി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം വെച്ചാൽ ആളുകളുടെ എണ്ണം ഇൻറ്റു ദിവസങ്ങൾ ഇസ് ഈക്വൽ ടു വേറെ ആളുകളുടെ എണ്ണം, നെക്സ്റ്റ് ആളുകളുടെ എണ്ണം ഇൻറ്റു ദിവസങ്ങൾ. ഇങ്ങനെയുള്ള കണക്കാണ് വരിക. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് പറയുന്നത്, നമുക്കറിയാം ഒരു പണി ചെയ്യാൻ ഒരാൾ കൊണ്ട് 2 ദിവസം എടുത്താൽ നമ്മൾ 2 ആളിനെ വെച്ചാൽ എന്ത് ചെയ്യും? ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം 2 പേര് പണി ചെയ്യുന്നത് ഈക്വലാണ് 2 പേര് ഒരു ദിവസം പണി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് ഇൻറ്റു ഡേയ്സ് is equal to number of workers 2 into number of days. ആ ഒരു ഇതാണ് ഈ ഇക്വേഷൻസിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, എക്സ് ആളുകൾ 16 ദിവസം കൊണ്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ TS ആൾക്കാർക്ക് എത്ര വേണം? 8 ദിവസം മതിയാവും. അതായത് എക്സ് ഇൻറ്റു 16 ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു 8 ആയിരിക്കും കറക്റ്റ്. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനല്ല ചോദിച്ചിരിക്കുന്നത്, ആ വർക്കിൻ്റെ പകുതി ചെയ്യാൻ. അപ്പോൾ 2x ആളുകൾക്ക് ഒരു വർക്ക് ചെയ്യാൻ 8 ദിവസം മതി. പക്ഷെ വർക്കിന്റെ പകുതി ചെയ്യാൻ എത്ര ദിവസം വേണം? പകുതി ദിവസങ്ങൾ മതി. അപ്പോൾ ആൻസർ എത്ര വരിക? ബി ആണ് ആൻസർ വരിക. 4 ദിവസമായിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുനിലും അനിലും ചേർന്ന് ഒരു ജോലി 6 മണിക്കൂർ കൊണ്ട് തീർക്കും. സുനിൽ തനിച്ച് ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കുമെങ്കിൽ അനിലിന് തനിച്ച് ജോലി തീർക്കാൻ എത്ര സമയം വേണം? നമ്മളത് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുനിലും അനിലും ചേർന്നിട്ട് എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും? 6 മണിക്കൂർ കൊണ്ട് ചെയ്യും. അതായത് 1 മണിക്കൂർ കൊണ്ട് 1/6 അവർ കംപ്ലീറ്റ് ചെയ്യും. സുനിൽ തനിച്ച് എത്ര ചെയ്യും? 10 മണിക്കൂർ കൊണ്ട് തീർക്കും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് സുനിൽ എത്ര ചെയ്യും? 1/10 ചെയ്യും. അപ്പോൾ രണ്ടുപേരും ചെയ്യുന്നതിന് സുനിലിന്റെ മാത്രം ചെയ്താൽ നമുക്ക് ഒരു ദിവസം അനിൽ ചെയ്യുന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ 1/6 മൈനസ് 1/10 എത്രയാണ്? 10 മൈനസ് 6/60, അതായത് 4/60, അതായത് 15. അനിൽ ഒരു ദിവസം എത്ര? ഒരു മണിക്കൂറിൽ 1/15 വർക്ക് ചെയ്യും. അതായത് ഒരു വർക്ക് ചെയ്യാൻ
അനിലിന് 15 മണിക്കൂർ വേണം. നമുക്ക് ഈ കണക്ക് ചെയ്യാം. ജോണിക്ക് 40 ദിവസം കൊണ്ടും രാജുവിന് 48 ദിവസം കൊണ്ടും ബോബിക്ക് 60 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കാൻ കഴിയും. അവർ 4 ദിവസം കൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്തു. തുടർന്ന് രാജു പോയി. അതിനുശേഷം ജോണിയും ബോബിയും 12 ദിവസം ഒരുമിച്ച് ജോലി ചെയ്ത ശേഷം ജോണി പോയി. ബോബിയുടെ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം ജോണിക്ക് എത്ര ദിവസം എടുക്കാം? 40 ദിവസമാണ് എടുക്കാം. രാജുവിന് 48 ദിവസം എടുക്കാം. ബോബിക്ക് 60 ദിവസമാണ് എടുക്കുക. അപ്പോൾ ഒരുമിച്ച് അവർ 4 ദിവസമാണ് വർക്ക് ചെയ്തത്. 4 ദിവസം ജോണി, രാജു, ബോബി വർക്ക് ചെയ്തു. പിന്നെ 12 ദിവസം ജോണിയും ബോബിയും കൂടി വർക്ക് ചെയ്തു. ഇനി ബോബിക്ക് എത്ര ദിവസം വർക്ക് ചെയ്യണം? അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ജോണി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാം? ജോണി ഒരു ദിവസം 1/40 വർക്ക് ചെയ്യാം. രാജു 1/48 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ദിവസം ഉണ്ട്. ബോബി വന്നിട്ട് വർക്കിന്റെ 1/60 കംപ്ലീറ്റ് ചെയ്യും ഒരു ദിവസം കൊണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവർ 3 പേരും ചേർന്നാൽ എത്ര കംപ്ലീറ്റ് ആവും? 1/60 പ്ലസ് 1/48 പ്ലസ് 1/40 കംപ്ലീറ്റ് ചെയ്യും. ഇതിന് നമ്മൾ 4 കോമൺ വെളിയിൽ എടുത്താൽ എന്താവും? 1/4 ഇൻറ്റു 1/10 പ്ലസ് 1/12 പ്ലസ് 1/15 നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ദിവസം ഇത്രയും കംപ്ലീറ്റ് ചെയ്യും. ഒരു ദിവസം കൊണ്ട് 3 പേരും കൂടി ഒരു വർക്കിന്റെ ഇത്രയും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 4 ദിവസം കൊണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്യും? 4 ഇൻറ്റു 1/4 ഇൻറ്റു 1/10 പ്ലസ് 1/12 പ്ലസ് 1/15 ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എത്ര വരും? 1/10 പ്ലസ് 1/12 പ്ലസ് 1/15 അങ്ങനെ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. 12 ദിവസം ജോണിയും ബോബിയും കൂടി വർക്ക് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യുക? ജോണി എത്ര കംപ്ലീറ്റ് ചെയ്യും? ജോണി വന്നിട്ട് 1/48 പ്ലസ് 1/40 പ്ലസ് 1/60 ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതായത് 1/10 പുറത്തെടുക്കുന്ന വെച്ചാൽ 1/4 പ്ലസ് 1/6 ഒരു ദിവസം കൊണ്ട് 1/10 ഇൻറ്റു 1/4 പ്ലസ് 1/6 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 12 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? 12/10 ഇൻറ്റു 1/4 പ്ലസ് 1/6 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ബോബിക്ക് മാത്രം ഇനി ബാക്കി എത്ര കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും? അപ്പോൾ ഇവർ എത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 1/10 പ്ലസ് 1/12 പ്ലസ് 1/15 പ്ലസ് 1/40 പ്ലസ് 1/60 അങ്ങനെ എഴുതിയേക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. എത്ര ദിവസം? 12 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ 12 ചെയ്യാം. 12/60 പറയുന്നത് എത്രയാണ്? 1/5 ആണ്. അതിന് നമുക്ക് 3/15 എന്ന് എഴുതാലോ. 3/15 എന്ന് എഴുതാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 3/15 പ്ലസ് 1/15 എത്ര വരും? 4/15 എന്ന് വരും. ഞാൻ ഇവിടെ തന്നെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 1/10 പ്ലസ് 1/12 പ്ലസ് 4/15 പ്ലസ് 12/40. 12/40 എന്ത് എഴുതാം? 3/10 എഴുതിക്കൂടെ? 3/10 എഴുതാം. അപ്പോൾ 3/10 1/10 കൂടി കൂട്ടിയാൽ 4/10 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 1/12 പ്ലസ് 4/15 പ്ലസ് 4/10 which is equal to എത്ര വരും? നമുക്ക് 60 ലെസ്സാക്കി കൊടുത്ത് എന്ത് വരും? 5/60 പ്ലസ് 16/60 പ്ലസ് 24/60 എന്ന് എഴുതാം. which is equal to 24 10 34 24 6 30 10 40 45/60. അതായത് 1/3/4 വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഇത്രയും ദിവസം കൊണ്ട് 3/4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി ബാക്കി അവശേഷിക്കുന്നത് 1/4 വർക്കാണ് അവശേഷിക്കുന്നത്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബോബിക്ക് എത്ര ദിവസം എടുക്കുന്നത്? 60 ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ 1/4 കംപ്ലീറ്റ് ചെയ്യാൻ 60 × 1/4 = 15 ദിവസം. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 15 ദിവസമാണ് എടുക്കുക. നമ്മൾ മാത്സ് നന്നായിട്ട് അറിയണം വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് മാത്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ മാത്സിൽ നമ്മൾ ഒരു മാർക്കും മിസ്സാക്കരുത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.